ഇന്നലെയാണ് വാട്സപ്പ് അവരുടെ കമ്പ്യൂട്ടർ വേർഷൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ഏറെ നാളായി കാത്തിരുന്ന ഒരു ഓപ്ഷനായിരുന്നു ഇത്. ഇനി നിങ്ങൾക്ക് ഫോൺ ഓഫ് ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന സെയിം നമ്പറിൻ്റെ അക്കൗണ്ട് മാത്രമേ കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള എല്ലാ ചാറ്റുകളും അതുപോലെ തന്നെ അവയുടെ ഹിസ്റ്ററിയും നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം നാം ഇപ്പോൾ ഒരു ഫോണിൽ ഒരു ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി നമുക്ക് കമ്പ്യൂട്ടറിൽ തുടരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് കോൺടാക്റ്റുകളെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലും കാണാൻ സാധിക്കും. ഇത് ഉപയോഗിക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ നിന്ന് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ അത് QR കോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. അതിനുശേഷം നാം ചെയ്യേണ്ടത് നമ്മളുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ഓപ്ഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതായത് കമ്പ്യൂട്ടറിൽ കാണുന്ന വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷനുള്ള QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മളുടെ മൊബൈൽ കമ്പ്യൂട്ടറിൽ കാണുന്ന ആ ആപ്ലിക്കേഷനുള്ള QR കോഡിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിലും ഫോണിലും സെറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ചാറ്റും നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നമ്മുടെ ഫോണിലുള്ള അതേ സെയിം ഹിസ്റ്ററിയും ചാറ്റും അതുപോലെ തന്നെ എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ വലതുവശത്തുള്ള പ്ലസ് സൈൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള വാട്സപ്പിലെ എല്ലാ കോൺടാക്ട്സും അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏത് കോൺടാക്റ്റിലാണോ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ടത് ആ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാട്സപ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ സെയിം ഫോണിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് കമ്പ്യൂട്ടറിൽ സെയിം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.